Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായിട്ടുള്ള ഭാഷ പോത്തും സംസ്കാരം തളർത്തും എന്ന യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗമാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പ്രകാശ് രാജിൻ്റെ ലേഖനം. അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പാഠത്തിൻ്റെ ആശയം നമ്മൾ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആശയം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആശയം ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ചോദ്യോത്തരങ്ങൾ കാണുക. എങ്കിലാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് ചോദ്യങ്ങൾ മനസ്സിലാവുക, അല്ലെങ്കിൽ ഉത്തരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യവും വായിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 90% കുട്ടികളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും അതുപോലെ വീഡിയോയ്ക്ക് ഒരു തരത്തിലുള്ള റെസ്പോണ്ട് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ മാത്രമല്ല, നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്ന എല്ലാ ചാനൽസും നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എങ്കിലാണ് അവർക്കൊരു സപ്പോർട്ട് ഉണ്ടാവുക. കാരണം ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിസോഴ്സസും അവൈലബിൾ അല്ലാഞ്ഞിട്ട് കൂടിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ ഏത് വീഡിയോ ഉള്ള ചാനലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാനലിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആകെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഉള്ള ചാനൽസ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ കണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായും കണ്ട് അവയ്ക്കൊക്കെ കമൻറ്റ് കൊടുക്കുക, ലൈക്ക് കൊടുക്കുക, അങ്ങനെ സപ്പോർട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ കാണണം. അതിനനുസരിച്ചുള്ള സപ്പോർട്ട് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ചാനലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കും? കണ്ടെത്തി അവതരിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ, ഈ ഒരു പാഠം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ്? ആദ്യമായി പച്ചക്കറി വാങ്ങാൻ പോവുകയാണ് പ്രകാശ് രാജിൻ്റെ മകളും. അപ്പോൾ അവിടെ ചെന്ന് പച്ചക്കറി, ഈ ഒരു മകളുടെ മാതൃഭാഷ എന്നത് തമിഴാണ്, പ്രകാശ് രാജിൻ്റെ മാതൃഭാഷ കന്നഡയാണ്. അപ്പോൾ അവിടെ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ ആ പച്ചക്കറി വിൽക്കുന്ന സ്ത്രീയോട് കുട്ടി ഇംഗ്ലീഷിലാണ് ഓരോന്നും ചോദിക്കുന്നത്. ഇതൊന്നും ആ ഒരു സ്ത്രീക്ക് മനസ്സിലാകുന്നില്ല. അവർ വൃദ്ധയാണ്, അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ കുട്ടി ഇത് ഓരോ പച്ചക്കറിയും എടുത്ത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചാണ് വാങ്ങിക്കുന്നത്. ഇത് ഇദ്ദേഹത്തിന് വളരെയധികം, പ്രകാശ് രാജിന് വളരെയധികം കോപവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടായി. നമുക്കറിയാം അദ്ദേഹം അത്രത്തോളം ഭാഷയെ സ്നേഹിക്കുന്ന ഒരാളാണ്. മാതൃഭാഷയെ, അതിൻ്റെ സംസ്കാരത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉത്കണ്ഠ ഉണ്ടായത് അല്ലെങ്കിൽ കോപം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടാമോ? അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക, ഞങ്ങൾക്കു നാലിറ്റു വെള്ളം പകരുക എന്നല്ലേ? ലേഖകൻ്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം? യുക്തിപൂർവം സമർത്ഥിക്കുക.
അപ്പോൾ നമുക്കറിയാം ഈ ഒരു ലേഖനത്തിൽ പ്രകാശ് രാജ് പറഞ്ഞു വെച്ചിട്ടുള്ള ഏറ്റവും ഉത്കണ്ഠാപരമായിട്ടുള്ള ഒരു ചോദ്യമാണിത്. നമ്മൾ ഇന്നത്തെ കാലത്ത് ചിന്തിക്കേണ്ട ഒരു ചോദ്യവുമാണ്. നമ്മുടെ മാതൃഭാഷയെ ചേർത്ത് വെച്ച് നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ വർത്തമാനകാലത്ത് മാതൃഭാഷയ്ക്ക് ഉണ്ടാകുന്ന മൂല്യച്യുതി, ഇതൊക്കെയും നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചോദ്യം അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ലേഖകൻ്റെ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളിൽ ഉണരുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്നാണ് യുക്തിപൂർവ്വം അതിനെ സമർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, എൻ്റെ മാതൃഭാഷ കന്നഡയാണ്, അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു. എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ലേഖകൻ്റെ ഈ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരിക്കുക. അപ്പോൾ ഈ രണ്ട് അഭിപ്രായങ്ങളും ലേഖകൻ പ്രകാശ് രാജ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിക്കുന്ന വാക്കുകളാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു പ്രകാശ് രാജിൻ്റെ ഈ അഭിപ്രായങ്ങളോട് യോജിക്കുന്നുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. തീർച്ചയായും ലേഖകൻ്റെ ഈ അഭിപ്രായങ്ങളോട് യോജിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ചോദ്യം 4. അധിനിവേശ സംവിധാനം എന്താണ് ഞങ്ങളെപ്പോലുള്ള കെനിയൻ കുട്ടികളിൽ ചെയ്തത്? ഒരു വശത്ത് ഞങ്ങളുടെ ഭാഷകളെയും അവയുടെ സാഹിത്യത്തെയും ക്രമാനുഗതമായി അടിച്ചമർത്തുകയും മറുവശത്ത് ആംഗലേയത്തെയും അതിൻ്റെ സാഹിത്യത്തെയും ആകാശത്തോളം ഉയർത്തുകയും ചെയ്തതിൻ്റെ പ്രത്യാഘാതം വലുതായിരുന്നു. മനസ്സുകളുടെ അപകോളനീകരണം. ഗുഗീവ തിയോങ്കോ. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു. പ്രകാശ് രാജ്. മാതൃഭാഷയ്ക്ക് മേലുള്ള അധിനിവേശത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള 2 എഴുത്തുകാരുടെ നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇത് മാതൃഭാഷയുടെ
മൂല്യച്യുതി അല്ലെങ്കിൽ മാതൃഭാഷ ഇല്ലാതാവുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിക്കുന്ന രണ്ട് അഭിപ്രായങ്ങളാണ്, രണ്ട് ലേഖകന്മാരുടെ നിരൂപണങ്ങളാണ് അല്ലെങ്കിൽ അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഈ ഒരു അഭിപ്രായത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നിരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാതൃഭാഷയ്ക്കുമേൽ മറ്റുള്ള ഭാഷകളുടെ അധിനിവേശം എപ്രകാരമാണ് മാതൃഭാഷയ്ക്ക് പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് വിലയിരുത്തിയാണ് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, കമ്പനിയുടെ അതിഥിയായി പോയി, കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ ഇരുന്നു എന്ന ക്രിയാപദം ചേർന്നപ്പോഴുണ്ടായ അർത്ഥവ്യത്യാസം എന്താണ്? ഇത്തരത്തിൽ ക്രിയകൾ ചേരുന്ന പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവ വാക്യത്തിൽ ഉണ്ടാക്കുന്ന സവിശേഷമായ അർത്ഥവ്യത്യാസം വിശകലനം ചെയ്യുക. അപ്പോൾ രണ്ടും കാണുമ്പോൾ ഒരേ തരത്തിലുള്ള വാക്യങ്ങളാണ്, പക്ഷേ അതിൽ രണ്ടാമത്തെ വാക്യത്തിൽ പോയി എന്നതിൻ്റെ കൂടെ ഒരു ക്രിയാപദമായ ഇരുന്നു എന്ന വാക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള ഈ അങ്ങനെ ഒരു ക്രിയാപദം ചേർത്തത് കൊണ്ട് രണ്ട് വാക്യത്തിലും ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസം അല്ലെങ്കിൽ സവിശേഷമായി ഉണ്ടാകുന്ന അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് വിശകലനം ചെയ്ത് അർത്ഥവ്യത്യാസം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. പ്രകാശ് രാജ്. മുകളിൽ നൽകിയ സൂചനയും പാഠഭാഗവും മാതൃഭാഷയോടുള്ള വർത്തമാനകാല സമൂഹത്തിൻ്റെ സമീപനവും വിമർശനാത്മകമായി വിലയിരുത്തി മാതൃഭാഷ നമ്മുടെ വേര് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. അപ്പോൾ പ്രഭാഷണം തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ പ്രസംഗവും പ്രഭാഷണവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. പ്രഭാഷണം എന്നത് അത്രത്തോളം ഔദ്യോഗികമായ ഒന്നല്ല. അതായത് ഇപ്പോൾ മതപ്രഭാഷണം അത് പ്രഭാഷണമാണ്.
അതായത് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകളിൽ മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്നതാണ് പ്രഭാഷണം. പ്രസംഗം അങ്ങനെയല്ല, പലതരത്തിലുള്ള പല ചിന്താഗതിയുള്ള ആൾക്കാരിൽ സംസാരിക്കേണ്ട ഔദ്യോഗികമായ കാര്യം സംസാരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക, പ്രസംഗം എന്ന് പറയുക. രണ്ടിനും രണ്ട് തരത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. പ്രഭാഷണം എന്ന് പറയുന്നത് വിളിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകൾക്ക് മുൻപിൽ മാത്രം സംവദിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് മാതൃഭാഷ നമ്മുടെ വേര് എന്ന വിഷയത്തിലാണ് പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എങ്ങനെയൊക്കെയാണ് മാതൃഭാഷയോടുള്ള വർത്തമാനകാലത്തിൻ്റെ സമീപനം എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പ്രകാശ് രാജിൻ്റെ വാക്കുകളിൽ തെളിയുന്ന മാതൃഭാഷയുടെ മൂല്യച്യുതി, ഇവയൊക്കെയും ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പ്രഭാഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, ഒരുപാട് അധപ്പതിച്ചു പോയി മാതൃഭാഷയോടുള്ള സ്നേഹവും ബഹുമാനവും അതുപോലെ തന്നെ മാതൃഭാഷയ്ക്കുള്ള ആ ഒരു പ്രാധാന്യം ഒക്കെ തന്നെ ഒരുപാട് അധപ്പതിച്ചു പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രഭാഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വിമർശനാത്മകമായി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. MT വാസുദേവൻ നായർ. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർത്ത
എണ്ണിത്തീർന്ന നക്ഷത്രങ്ങളെപ്പോലെ എൻ്റെ ഞരമ്പിലൊഴുകുന്ന രക്തത്തെപ്പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട്. പ്രകാശ് രാജ്. മാതൃഭാഷയോടുള്ള വൈകാരികമായ ബന്ധമാണല്ലോ രണ്ടെഴുത്തുകാരും പങ്കുവെക്കുന്നത്. ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും ഭാഗമാണ് മാതൃഭാഷ. ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ എന്തെല്ലാം വെല്ലുവിളികളാണ് മാതൃഭാഷ നേരിടുന്നത്? പത്രദൃശ്യ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി സംവദിച്ച് ഡോക്യുമെൻ്ററി തയ്യാറാക്കുക. അപ്പോൾ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് ചിത്രങ്ങളും സംവാദങ്ങളും എല്ലാം ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു ചിത്രീകരണമാണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ മാതൃഭാഷ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം വെല്ലുവിളികളാണ് നേരിടുന്നത് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ മാതൃഭാഷയുടെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളിക്കണം. അതുപോലെ തന്നെ പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ, അഭിപ്രായങ്ങൾ, ചിലരുടെ സൂചനകൾ, ചിലരുടെ വാക്കുകൾ ഇവയൊക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്താം. അതുപോലെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള വാർത്തകൾ, നവമാധ്യമങ്ങളിലെ വാർത്തകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിദഗ്ധരുമായി നടത്തിയിട്ടുള്ള അഭിമുഖങ്ങൾ ഇവയൊക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മാതൃഭാഷയുടെ പ്രാധാന്യം ആദ്യം എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കേണ്ടത്. പിന്നീട് മാതൃഭാഷ ഇന്ന് അനുഭവിക്കുന്ന മൂല്യച്യുതി അല്ലെങ്കിൽ മാതൃഭാഷ നഷ്ടമാകുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ, മാതൃഭാഷയ്ക്ക് നൽകേണ്ട പ്രാധാന്യം കൊടുക്കാത്തതിനാലുള്ള പ്രത്യാഘാതങ്ങൾ ഇവയൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം ഈ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് മാതൃഭാഷയുടെ പ്രാധാന്യം എന്തെന്നും അതുപോലെ തന്നെ മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളികൾ എന്തെന്നും നോക്കാം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് ചിത്രീകരണം ചെയ്യേണ്ട ഒന്നാണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്.